എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ മാമോ മാമാ എന്ത് 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 നിങ്ങളെന്ത് കണ്ടിട്ട് മിണ്ടാതെ പോണത്? നിന്നെ ഞാൻ കണ്ടിട്ട് എന്തായിരുന്നു മിണ്ടുന്നത്? എന്തിനോ എൻ്റെ അടുത്ത് പിണക്കോ? നിന്റെ അടുത്ത് പിന്നെ പിണങ്ങാതെ നിങ്ങൾ ഇങ്ങോട്ട് വരിയുന്ന അങ്ങോട്ട്. ഞാൻ നിന്റെ അടുത്ത് വർത്താനം പറഞ്ഞാ ശരിയാവില്ല, എൻ്റെ കൈ മെനക്കെടുത്തേണ്ടി വരും. എന്തിനോമാ നിങ്ങൾ വഴക്കുണ്ടാക്കണം എൻ്റെ അടുത്ത്? എനിക്ക് എന്തിനു ചെയ്ത് നിങ്ങളുടെ അടുത്ത്? എനക്കൊന്നും മനസ്സിലാവണില്ലേ? ഇല്ല അമ്മ. ലളിത എവിടെയാടാ? യാത് ലളിത? യാത് ലളിതേ? ഓ, എൻ്റെ ഉടപ്പറന്നാള്, അതായത് നിന്റെ അമ്മ ലളിത എവിടെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചോദിക്കുക. അമ്മ വീട്ടിലുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുന്നത്. അവളുമായിട്ട് എന്താടാ പ്രശ്നം? അമ്മയായിട്ടാ? ആ, ഒരു പ്രശ്നമില്ല. തിരുവോണത്തിൻ്റെ അന്ന് എന്തരാണ് അവളുമായിട്ട് പ്രശ്നമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മ നിങ്ങൾ അങ്ങനെ വ്യക്തമായിട്ട് പറയും മാമ. തിരുവോണത്തിനുള്ള പ്രശ്നം പറയും. ആ തിരുവോണത്തിൻ്റെ കാര്യം തന്നെ ഞാൻ ചോദിക്കുന്നത്. എന്തരാണ് കാര്യം? മാമ തിരുവോണത്തിന് ഈ സദ്യയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് മെനക്കേട് പൈസ ചെലവാണ് മാമ. എന്തൊരു പൈസ ചെലവും മെനക്കേടാണെങ്കിലും ആ, വീട്ടിൽ സദ്യ ഉണ്ടാക്കണം. എൻ്റെ മാമ മലക്കറി വാങ്ങിക്കണോ? വാങ്ങിക്കണം. അല്ലാതെ തന്നെ പലവ്യഞ്ജനം വാങ്ങിക്കണോ? വാങ്ങിക്കണം. അതെല്ലാം വാങ്ങിച്ചോട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അരിഞ്ഞ് പറക്കിയിട്ട് ഇഞ്ചി ഉണ്ടാക്കണം, നാരങ്ങ ഉണ്ടാക്കണം, മാങ്ങ ഉണ്ടാക്കണം, അവിയൽ ഉണ്ടാക്കണം, കിച്ചടി ഉണ്ടാക്കണം, തോര ഉണ്ടാക്കണം, സാമ്പാർ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, ഇതെല്ലാം ഉണ്ടാക്കണം. എടേ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് സദ്യ ആവണത്. മാമ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ മെനക്കേട് പൈസ ചിലവാണെന്ന്. എടാ, അതുകൊണ്ട് പിന്നെ സദ്യ ഉണ്ടാക്കിയില്ലേ? പിള്ളേർ ഒരേ വാശി ഇപ്രാവശ്യം സദ്യ വേണ്ടാന്ന്. പിള്ളേർ വാശി കാണിച്ചെന്നും പറഞ്ഞ് സദ്യ വേണ്ടാന്ന് നോക്കിയോടാ. മാമ ചെറുക്കന് കുഴിമന്തി മതി. അതെന്തരാണ് കുഴിമന്തി? അതൊരു മന്തിയുണ്ട്, കുഴിമന്തി. ആ പെണ്ണിനാണെങ്കിൽ ചിക്കൻ ബിരിയാണി വേണം. ആ അപ്പം ആ പെണ്ണും പിള്ള പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇറച്ചിയും പൊറോട്ടയും മതി എന്ന് പറഞ്ഞ്. ആ അപ്പം ഞാൻ വിചാരിച്ചു മാമ നമ്മൾ 5 പേരിലുള്ള 2 പിള്ളേരും ഞാനും അവളും അമ്മയും ആ ആ 5 പേർക്ക് ഞാൻ പോയി കുറേ സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ചോണ്ട് വന്ന് ചെറുക്കന് കുഴിമന്തി കൊടുത്ത്, ആ പെണ്ണിന് ബിരിയാണി കൊടുത്ത്, ആ അവൾക്ക് ഇറച്ചിയും പൊറോട്ടയും കൊടുത്തിട്ട് ഞാൻ അമ്മ ഇത് പൂരം കുഴിമന്തി എടുക്കട്ടെ. ആ വേണ്ട, എനിക്ക് അമ്മ ഒരു കാര്യം ചെയ്യണം അമ്മ, ഷവർമ തിന്നണം അമ്മ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ അമ്മ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇറച്ചിയും പൊറോട്ട തിന്നി ആ കഴിച്ചു പോടാം. ഇന്നുമ്പോണ്ട് എൻ്റെ ചാടി വീണു അമ്മ എൻ്റെ ദേഹത്തോട്ട്. ചാടി നിന്റെ കപാലം അടിച്ച് നെരിക്കാത്തതോ ഭാഗ്യം. മാമ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയണത്? എടാ ചെറുക്ക, വീട്ടിൽ സദ്യ വയ്ക്കണമല്ലടാ ഓണത്തിന് ഒരു ഐശ്വര്യം. അപ്പോൾ അവിടെ പാഴ്സൽ വാങ്ങിക്കാൻ നിന്നവരെ വീട്ടിൽ നിന്ന് ഐശ്വര്യം വേണ്ടേ അമ്മ? എവിടെ പാഴ്സൽ വാങ്ങിക്കാൻ നിന്ന ഒരു ഐശ്വര്യം? മാമ ഞാൻ പാഴ്സൽ വാങ്ങിക്കാൻ പോയില്ലേ, ആ അവിടെ ഒരു 5000-ഓളം ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഐശ്വര്യം വേണ്ടേ അമ്മ? ഓ, അവരെല്ലാം കുഴിമന്തി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓ, കുഴിമന്തി ഇറച്ചി ബിരിയാണിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിന്നതോ അമ്മ? അപ്പൊ ഈ ചെറുപ്പക്കാർക്കൊന്നും ഇപ്പൊ ഓണം ഇല്ലടാ. ഇപ്പൊ ഇതൊക്കെ അല്ല അമ്മ ഇത് ട്രെൻഡ്. ആ, എന്നിട്ട് എന്തരായി? എന്നിട്ട് എന്തിനാ അമ്മ ഇറങ്ങി ഒറ്റ പോക്ക്? ഇവിടെ ഇറങ്ങി പോകളഞ്ഞാ നേരെ ഗേറ്റിന്റെ അവിടെ പോയി നിന്നു അമ്മ. അതെന്തായാലും നോട്ടിക്കേ. എനിക്കെങ്ങനെ അറിയാം? ആ കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ വരണൊരു സ്കൂട്ടർ വന്ന് നിന്ന്. ആ സുഖി, ആരെ? സുഖി സുഖി. ആ, നമ്മളാ ദിവാറിന്റെ മോൻ സുധിയാ. മാമ സുധിയല്ല അമ്മ, സുഖി സുഖി. ഓ ഓ, ഓൺലൈനിൽ ഓർഡർ കൊടുക്കുമ്പം ആഹാരം കൊണ്ടുവരണ സുഖി. ഓ, ആ, എന്നിട്ട് അവൻ കൊണ്ടൊരു പൊതി അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആ നേരെ അകത്തോന്നി. ഞാൻ പറഞ്ഞു അമ്മ കാണിക്കണ മോശമല്ലേ എന്ന് ചോദിച്ചു. എന്തരടാ കാണിക്കുന്ന മോശം? മാമ ഇത്ര ആഹാരം ഇവിടെ ഇരിക്കല്ലേ, എന്നിട്ട് കണ്ടപ്പോൾ കൊണ്ടുവന്ന് പൊതി വാങ്ങിച്ച് തിന്നണം തരുന്നു. അവരൊക്കെ സദ്യ കൊണ്ടുവണമെന്ന് ആഗ്രഹം, അതുകൊണ്ട് ഓർഡർ കൊടുത്ത് സദ്യ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഈ പൊതി അങ്ങ് തുറന്നങ്ങ് വെച്ചു. ആ സദ്യ, ആ ആ ആ മിടുക്കി. 3 കൂട്ടം പായസം. 3 കൂട്ടം ഉണ്ടാ? ആ, എന്നിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി, ആ പിന്നെ ഇങ്ങനെ ഉരുട്ടി എൻ്റെ മുഖത്ത് നോക്കും, പിന്നെ ഇങ്ങനെ ഉരുട്ടി. എടേ ഉരുട്ടിയത് മതി, ബാക്കി എന്തരായെന്ന് പറ. ബാക്കി എന്തരാവാൻ? ഇത് തിന്ന് 3 കൂട്ടം പായസം കുടിച്ചിട്ട് ഓ ഞാമ്പൊക്കെ വിട്ടിട്ടങ്ങ് ഇരുന്ന്. എടാ ചെറുക്കാ, എന്തിനു അമ്മ? എടാ പണ്ടത്തെ പോലെ അല്ല ഇപ്പം. പിന്നെ നിങ്ങളെ ചെറുപ്പക്കാരെക്കാളും വളരെ ബുദ്ധിപരമായിട്ടാണ് ഞങ്ങൾ കിളവന്മാരും കിളവികളും നീങ്ങണത്. എന്ന് വെച്ചാ നീയൊക്കെ മരത്തിൽ കാണുമ്പം ഞങ്ങൾ മാനത്ത് കാണുവാടാ. എന്തിനു അമ്മ? നീയൊക്കെ മരത്തിൽ കാണുമ്പം ഞങ്ങൾ മാനത്ത് കാണും തന്നെ. വാ